എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. Insta 360 1x2 ഒരു ആക്ഷൻ ക്യാമറയാണ്. 360 ഡിഗ്രി ആക്ഷൻ ക്യാമറയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Insta 360 1x2 ഇതൊരു 360 ക്യാമറയാണ്. അപ്പോൾ നമുക്കിത് കാർട്ടിൽ അൺബോക്സ് ചെയ്തെടുക്കാം. ഈ ക്യാമറയുടെ വില ഞാൻ ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ ലോക്കൽ ഷോപ്പുകളിൽ 1-2 സ്ഥലങ്ങളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ വിലയും ഓൺലൈൻ ഷോപ്പിൽ കണ്ട വിലയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അതായത് ലോക്കൽ ഷോപ്പുകളിൽ ഇതിന് വളരെ വില കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് തുറന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. വളരെ സേഫായിട്ട് തന്നെയാണ് കാർട്ടനിൽ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഈ കാർട്ടനിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ക്യാമറയിൽ ഒരു സ്ക്രാച്ച് കാർഡ് അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊളിച്ച് മാറ്റി. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. അതുപോലെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട്, അതുപോലെ ബാറ്ററി ഇൻസെർട്ട് ചെയ്യുന്ന ഭാഗം. ബാറ്ററി ഇൻസെർട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെമ്മറി കാർഡ് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ചാർജിങ് പോർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സി കേബിള് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് നമുക്കിവിടെ കാണാം. ഈ ഭാഗത്താണ് ബാറ്ററി വരുന്നത്. ക്യാമറയുടെ സൈഡിൽ തന്നെ ബാറ്ററിയോട് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡോറാണ്. ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി പുറത്തേക്ക് മാറ്റാനായിട്ട് കഴിയും. 1630 മില്ലി ആംപിയറിൻ്റെ ബാറ്ററിയാണ് ഇതിനോടൊപ്പം വരുന്നത്. നമുക്ക് ബാറ്ററി അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 85 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 80 മിനിറ്റാണ്. ഇതിന് സെപ്പറേറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെൻസ് കവറ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതുപോലെ ഇതിന് 4 മൈക്കാണ് വരുന്നത്. 360 ഡിഗ്രി ഓഡിയോ റെക്കോർഡിംഗ് ഇതിനകത്ത് എനേബിൾ ആണ്. സ്റ്റീരിയോ റെക്കോർഡിംഗ് ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററി ഞാൻ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുകയാണ്. നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. അതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് വീഡിയോ നമുക്ക് കാണാൻ കഴിയും. $360 ഡിഗ്രി റെക്കോർഡിംഗ്, അതുപോലെ തന്നെ സ്റ്റഡി ക്യാം റെക്കോർഡിംഗ് എന്ന 2 ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് 360 ഡിഗ്രി റെക്കോർഡിംഗ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനൊപ്പം അടുത്തത് വരുന്നത് നമുക്ക് പറയാം വാറണ്ടി പേപ്പർ ഇതിനോടൊപ്പം ഉണ്ട്. അതുപോലെ ഇതിനൊപ്പം തന്നെ നമുക്ക് USB-C ടൈപ്പ് കേബിള് ഇതിനൊപ്പം ഉണ്ട്. ചാർജർ നമ്മൾ സെപ്പറേറ്റ് ഉപയോഗിക്കേണ്ടതാണ്. ചാർജറിനൊപ്പം നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ ഇതിൻ്റെ മാനുവൽ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കവർ ഇതിനൊപ്പം ഉണ്ട്. നമുക്കിത് വളരെയധികം സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു പൗച്ച് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് വരുന്ന സാധനങ്ങൾ Insta 360 1x2 ക്യാമറ, ബാറ്ററി, അതുപോലെ ചാർജിങ് കേബിള്, പ്രൊട്ടക്റ്റീവ് പൗച്ച്, അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ വാറണ്ടി കാർഡ്. ഇത്രയും ഐറ്റമാണ് നമ്മുടെ ഈ പാക്കറ്റിനകത്ത് വരുന്നത്. ഈ ക്യാമറയുടെ വിലയും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് പറയാൻ പോകുന്നത്. ഈ ക്യാമറയുടെ വില എന്ന് പറയുന്നത് 37,900 രൂപയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ലോക്കൽ ഷോപ്പിൽ ഇതിൻ്റെ വില അന്വേഷിക്കുന്നതിന് വേണ്ടി പോയി ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ 37,900 തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ബാർഗെയിനിങ് നമ്മൾ നടത്തും. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്തപ്പോൾ അവർ മാക്സിമം കുറച്ച് തരാമെന്ന് പറഞ്ഞത് 400 രൂപയാണ്. അപ്പോൾ 37,500 രൂപയ്ക്ക് ഈ ക്യാമറ അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കണം.
ക്യാഷ് പർച്ചേസിന് മാത്രമാണ് അവർ 400 രൂപ കുറച്ച് തരികയുള്ളൂ. അതേസമയം നിങ്ങളൊരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 37,900 തന്നെ ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഏകദേശം 1.5% ടോട്ടൽ തുകയുടെ സർവീസ് ചാർജായിട്ട് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ള രീതി നമ്മൾ മാറ്റി. അപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ ഇതിൻ്റെ വില ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രധാന ഓൺലൈൻ ഷോപ്പിലായ ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ടിലെല്ലാം ഇതിന് പ്രത്യേകം ഒരു ഓഫർ തന്നെ ഉണ്ടായിരുന്നു. 2,500 രൂപ ഓഫർ ഉണ്ട്. അതായത് 37,900 നിന്ന് 2,500 രൂപ കുറച്ചുള്ള പേയ്മെൻറ്റിൽ നമുക്ക് ഈ ക്യാമറ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ഓൺലൈൻ ഷോപ്പിലേക്ക് ആളുകൾ മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിലയുടെ കാര്യമാണ്. ഇനി വാറണ്ടിയുടെ കാര്യമാണെങ്കിൽ പോലും ഇത് 1 ഇയർ വാറണ്ടിയാണ്. അതിപ്പോൾ നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാലും ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാലും വാറണ്ടി എല്ലാം ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ വിലയുടെ വ്യത്യാസവും അതുപോലെ തന്നെ ഈ പല ഷോപ്പുകളിലും വിൽക്കുന്ന രീതിയും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇത് കാര്യം പറഞ്ഞത്. പല ഷോപ്പുകളിലും ആളുകൾ ചെല്ലാതെ ഈ ഓൺലൈൻ ഷോപ്പിനെ കൂടുതൽ ആശ്രയിക്കുന്നുള്ള പ്രധാന ഒരു കാരണം എനിക്ക് മനസ്സിലായത് ഈ അനാവശ്യമായ സർവീസ് ചാർജ് നമുക്ക് കസ്റ്റമർക്ക് നല്ലൊരു ഡിസ്കൗണ്ട് അവർ തരാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കൂടിയ വിലയ്ക്കാണ് പല ഓഫ്ലൈൻ ഷോപ്പുകളിൽ ഇത് വിൽക്കുന്നത്, അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റുകളിൽ ഇത് വിൽക്കുന്നത്. കുറച്ച് അഫോർഡബിളായ പ്രൈസിൽ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വില കുറച്ച്, എപ്പോഴും നമ്മളൊരു വില കുറച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിലാണ് കൂടുതൽ ആളുകളും ഇത് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 37,900 ഒഫീഷ്യൽ പ്രൈസ് ആണെന്നെങ്കിലും അതിൽ നിന്ന് 2,500 രൂപ ഡിസ്കൗണ്ടിലാണ് ഓൺലൈൻ ഷോപ്പിൽ ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ഇൻസ്റ്റാ 360 1x2 ആക്ഷൻ ക്യാമറയുടെ ഫീച്ചേഴ്സ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 5.7K റെസൊല്യൂഷനിൽ നമുക്ക് 360 ഡിഗ്രി റെക്കോർഡ് ചെയ്യാൻ കഴിയും. അതുപോലെ FlowState സ്റ്റെബിലൈസേഷനാണ്. അൾട്രാ ബ്രൈറ്റ് സ്ക്രീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ വരെ വളരെ മികച്ച വാട്ടർ പ്രൂഫ് ക്വാളിറ്റി ഇതിനകത്ത് കിട്ടും. അതുപോലെ 4 മൈക്കാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 360 ഡിഗ്രിയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടൈം ഷിഫ്റ്റ് കൺട്രോളുണ്ട്, അതുപോലെ വോയിസ് കൺട്രോളുണ്ട്. ഒരു ഇൻവിസിബിൾ സ്റ്റിക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെയെല്ലാം നമുക്ക് ഈ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഇന്ന് നമ്മുടെ ഡ്യൂട്ടി വേറെ ഒന്നുമല്ല. ഇന്ത്യയിൽ ഉടുപ്പിട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് നമ്മൾ എവിടെയായിട്ടാണ് പോകുന്നതെന്ന്. വേറെ എവിടെയല്ല, നമ്മൾ ജേഴ്സി ആണ് വാങ്ങാൻ പോകുന്നത്. ഏത് ടീമിൻ്റെ അല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ 16-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എത്തിക്കാൻ മോഹൻബഗാനുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ആ മാച്ചിനെ പറ്റിയുള്ള വിശേഷങ്ങളായിരിക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇടുക. അപ്പോൾ എൻ്റെ കൂടെ പപ്പയും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കം ടു ഡു ജോബ്. ബൈ ബൈ. നമുക്ക് പോവാം കടയിലേക്ക്. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ ക്യാമറയായിട്ട് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഷോട്ട് എങ്ങനെയൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിഗ്രി ആംഗിളിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് എഡിറ്റിങ്ങിൽ ഉപയോഗിക്കാവുന്നതാണ്. ഏത് വശങ്ങളിലെയും വീഡിയോ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആംഗിൾ എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റ സ്റ്റുഡിയോ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലഗിൻ ഉപയോഗിച്ച് അഡോബി പ്രീമിയർ പ്രോ ഉപയോഗിച്ച് നമുക്കിത് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അഡോബി പ്രീമിയർ പ്രോയിലാണ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ ആംഗിൾ വരുന്നതെന്ന് നോക്കാം.
നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി വാങ്ങാൻ പോവാണ്. കടയിലിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബൈജൂസിൻ്റെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ബാക്കിയുള്ള ജേഴ്സിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ ജേഴ്സി ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് ഞാൻ ഈ ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോകുമ്പോൾ ഇടും. സഹലത്തുൽ സമദ് എന്ന് എഴുതിയേക്കണേ ആയതുകൊണ്ട് എനിക്ക് ഈ ജേഴ്സിയെ ഇഷ്ടപ്പെട്ടെ. എൻ്റെ കറക്റ്റ് സൈസും എനിക്കിവിടെ കിട്ടി. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് ഈ ജേഴ്സി ഞാൻ തന്നെ എടുത്തു.